നമസ്കാരം എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. In last class we studied about the general features and classification of algae, the primitive group of plant kingdom, and here we are going to study about the plants coming under Bryophyta, its general features and classification. Okay, let us go to the video. First, general features of bryophytes. Bryophytes are called amphibians of plant kingdom because these plants can live in soil but are dependent on water for sexual reproduction. You know what is amphibian? Yes, amphibian is the organism which can live both in aquatic and terrestrial environment. Right? Likewise, bryophytes are also known as amphibians because it is live in soil but depend water for sexual reproduction. For the completion of its life cycle, it needs water. So terrestrial environment ലാണ് ജീവിക്കുന്നതെങ്കിലും അത് എന്തിനെ ആശ്രയിക്കുന്നു? വെള്ളത്തിനെ ആശ്രയിക്കുന്നു. അപ്പോൾ എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി വെള്ളം ആവശ്യമുള്ളത് കൊണ്ട് അത് വെള്ളത്തിനെയും ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ സോയിലിൽ അല്ലേ, മണ്ണിലാണ് സാധാരണ കാണുന്നത്, പക്ഷെ വാട്ടറിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ദേ യൂഷ്വലി ഒക്കർ ഇൻ ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റീസ്. അതായത് എപ്പോഴും അല്ലേ, നമ്മൾ പറഞ്ഞു വാട്ടറിനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ്, ദേ പ്രിഫർ ഡാംപ്, ഹ്യൂമിഡ് ആൻഡ് ഷെയ്ഡഡ് ലൊക്കാലിറ്റീസ്. അതായത് ബ്രൈറ്റ് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന പ്ലേസിൽ അത് ജീവിക്കുന്നില്ല. അത് എപ്പോഴും ഷെയ്ഡഡ് ലൊക്കാലിറ്റീസിലാണ് കാണുക. ഷെയ്ഡഡ് ലൊക്കാലിറ്റീസിലാണ് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ദ പ്ലാന്റ് ബോഡി ഈസ് താലസ്. നമ്മൾ ഓൾറെഡി ഹേർഡ് താലസ്. വാട്ട് ഈസ് താലസ്? Thallus is a structure. It is not differentiated into leaves, stem, roots, etc. Just a body. The plant body is known as thallus-like and prostrate or erect. Sometimes it prostrate, dorsi-ventrally flattened structure or erect structure can be seen in this group and attached to the substratum by unicellular or multicellular rhizoids. ഇവർക്ക് റൂട്ട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇൻസ്റ്റെഡ് ഓഫ് റൂട്ട്സ് ദർ ഈസ് റൈസോയിഡ്സ്, യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ റൈസോയിഡ്സ് വിച്ച് ഈസ് യൂസ്ഡ് ടു അറ്റാച്ച് ടു ദി സബ്സ്ട്രേറ്റം. സബ്സ്ട്രേറ്റത്തിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത്? റൈസോയിഡ്സിൻ്റെ സഹായമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഓക്കെ, ദെൻ ദ മെയിൻ പ്ലാന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് മീൻസ് the organism having half number of chromosomes, അല്ലേ, ക്രോമസോം നമ്പർ ഹാഫ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഗമേറ്റ്സ്, ഹെൻസ് കാൾഡ് ഗമറ്റോഫൈറ്റ്. ആ പ്ലാന്റ് ബോഡി ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദേ ആർ നോൺ ആസ്, ദാറ്റ് പ്ലാന്റ് ബോഡി ഈസ് നോൺ ആസ് ഗമറ്റോഫൈറ്റ്. ദെൻ the sex organs are multicellular and have a sterile jacket layer. സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ആയിട്ടാണ്. അതിന് ചുറ്റും സറൗണ്ടഡ് ബൈ എ സ്റ്റെറൈൽ ജാക്കറ്റ് ലെയർ. ആൻഡ് ദ മെയിൽ സെക്സ് ഓർഗൻ ഈസ് കോൾഡ് ആൻഥറീഡിയം വിച്ച് പ്രൊഡ്യൂസസ് ബൈഫ്ലജെല്ലേറ്റഡ് ആന്ത്രോസോയിഡ്സ്. ദ മെയിൽ ഗമേറ്റ്സ് ഓഫ് ബ്രയോഫൈറ്റ്സ് ആർ നോൺ ആസ് ആന്ത്രോസോയിഡ്സ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഹാസ് two flagella. So it is biflagellated anthrozoids produced in the sex organ called antheridium. Male sex organ of bryophyte is antheridium and it produces a biflagellated anthrozoids, that is male gametes. Okay, അപ്പോൾ ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ എന്താണ് പറയുന്നത്? ആന്തറീഡിയം എന്നും. ആ ആന്തറീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ ഗമേറ്റ്സിനെ എന്ത് പറയും? ആന്ത്രോസോയിഡ്സ് എന്ന് പറയുന്നു. Likewise, the female sex organ is called
archegonium, which is flask shaped and produces a single egg. What is egg? It is the female gamete. Female gamete ആയ egg എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫീമെയിൽ സെക്സ് ഓർഗനായ ആർക്കിഗോണിയത്തിലാണ്. ആർക്കിഗോണിയത്തിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ഫ്ലാസ്ക് ഷേപ്ഡ്. ഓക്കെ, അപ്പം ബ്രയോഫൈറ്റ്സിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ ഈസ് ആന്ത്രീഡിയം, ഗമേറ്റ്സിൻ്റെ പേര് ആന്ത്രോസോയിഡ്സ്. Then female sex organ is archegonium and it produces female gamete called egg. Okay, then the anthrozoids move to archegonia through water. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ, ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കാര്യമല്ലേ പറയുന്നത് അല്ലേ, സെക്സ് ഓർഗൻസും കാര്യങ്ങളും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ദേ നീഡ് വാട്ടർ. സോ ആന്ത്രോസോയിഡ്സ് എന്തിനാണ് വാട്ടർ എന്ന് ഇപ്പോൾ മനസ്സിലായോ? ആന്ത്രോസോയിഡ്സിന് ആർക്കിഗോണിയയിലേക്ക് പോകാൻ എന്ത് വേണം? വാട്ടർ ഇസ് എസെൻഷ്യൽ. സോ ആന്ത്രോസോയിഡ്സ് മൂവ് ടു ആർക്കിഗോണിയ ത്രൂ വാട്ടർ and fuses to egg to produce a diploid zygote. As usual, male and female gamete fuse to produce zygote. Zygote പ്രത്യേകത എന്താണ്? മെയിലും ഫീമെയിൽ ഗാമേറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലേ. ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി ഗമറ്റോഫൈറ്റ് എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സോ ഗാമേറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ് and the fusion of gametes results into a diploid zygote. Diploid, 2N, a complete set of chromosomes ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ the zygote produces a multicellular body called sporophyte. The zygote develops into a plant body known as sporophyte. Okay, then the sporophyte is attached to the photosynthetic gametophyte and derive nourishment from it. It may be differentiated into foot, seta and capsule. അപ്പോൾ ഈ സ്പോറോഫൈറ്റ് എന്താണ്? ഗമറ്റോഫൈറ്റിലല്ലേ. ഈ ഗമറ്റോഫൈറ്റിലാണ് സെക്സ് ഓർഗൻസ് ഉള്ളത്. ആ സെക്സ് ഓർഗൻസിൽ നിന്ന് ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പുതിയ പ്ലാന്റ് ബോഡിയാണ് സ്പോറോഫൈറ്റ്. അപ്പോൾ ആ സ്പോറോഫൈറ്റ് എവിടെ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്? ഗമറ്റോഫൈറ്റിൽ തന്നെയാണ് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. ആ സ്പോറോഫൈറ്റിനെ എങ്ങനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്? അതിനൊരു ബേസൽ പാർട്ട് നോൺ ആസ് ഫൂട്ട് ആൻഡ് a long stem-like structure known as seta, and also they have a capsule. Okay, then some cells of capsule of sporophyte undergo reduction division to produce haploid spores. അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ സ്പോറോഫൈറ്റ് മദർ സെൽസ് കാണും, സ്പോർ മദർ സെൽ കാണും. ആ സ്പോർ മദർ സെൽസ് എന്ത് ചെയ്യുന്നു? അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ, മിയോട്ടിക് ഡിവിഷൻ അല്ലേ, മിയോസിസ് നടന്നിട്ട് ആ സെൽസ് അല്ലേ, ഇതിപ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷനിലല്ലേ ഉള്ളത്. അപ്പോൾ ഡിപ്ലോയിഡ് സെല്ലിൽ മിയോസിസ് നടന്നിട്ട് എന്തുണ്ടാവുന്നു? ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുന്നു. ആ ഹാപ്ലോയിഡ് സ്പോർസ് ആണ് എന്തായിട്ട് മാറുന്നത്? ദ സ്പോർസ് ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് ഗമറ്റോഫൈറ്റ്. ആ സ്പോർസ് വീണ്ടും ആരായിട്ട് മാറുന്നു? ഗമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗമറ്റോഫൈറ്റിലെ സെക്സ് ഓർഗൻസ്, ആ സെക്സ് ഓർഗൻസിൽ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആകുന്നു, സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് സ്പോറോഫൈറ്റ് ആകുന്നു. ആ സ്പോറോഫൈറ്റിൽ നിന്ന് സ്പോർസ് അല്ലേ, ബൈ റിഡക്ഷൻ ഡിവിഷൻ സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ സ്പോർസ് ആണ് എന്തായിട്ട് വീണ്ടും മാറുന്നത്? ഗമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നത്. സോ we can see a clear alternation of generation. So നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു സൈക്കിൾ അല്ലേ, ഒരു ലൈഫ് സൈക്കിൾ ഓഫ് ബ്രയോഫൈറ്റ എന്ന് പറയുന്നത് ഇതാണ്. അതായത് അതിൻ്റെ അകത്ത് 2 ടൈപ്പ് ഓഫ് പ്ലാന്റ് ബോഡി കാണുന്നുണ്ട്. ഒന്ന് ഗമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡിയും മറ്റൊന്ന് സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയും. ഇതിൻ്റെ മെയിൻ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗമറ്റോഫൈറ്റ് ആണ്. കാരണം ഇതാണ് കുറേ കൂടി ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത് ലൈഫ് സൈക്കിളിൽ. ബ്രയോഫൈറ്റ ലൈഫ് സൈക്കിളിൽ ഡോമിനൻ്റ് ഫേസ് ഏതാണ്? ഗമറ്റോഫൈറ്റ് ആണ്. ദ ഗമറ്റോഫൈറ്റ് ബെയർസ് sex organs, male and female sex organs, and that organs produce male gamete anthrozoid and female gamete egg. After the fusion of these gametes, it produces zygote, and zygote develops into sporophyte. Sporophyte, it is a diploid structure. Gametophyte is a haploid structure, and the capsule, in the inside of the capsule produce spores. Spores
produced by means of meiotic division. That meiotic division produces haploid spores, and spores develops into gametophyte. So here we can see a alternation of generation, the gametophyte and sporophyte. അത് രണ്ടും ഇങ്ങനെ alternate ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. Okay, in the life cycle of bryophyte, there is alternation of generation between gametophyte and sporophytic plant body. Okay, clear ആണല്ലോ? Then importance of bryophytes. നമ്മൾ ആൽഗയുടെ ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സ് അല്ലേ, എന്ത് പ്ലാന്റ് ആയാലും ഏത് സസ്യവും ഒന്നിനും ഒരു സസ്യവും എന്താണ് വെറുതെ ഇല്ല അല്ലേ. നമ്മുടെ ഭൂമിയിലുള്ള ഏത് സസ്യവും ഈ സസ്യത്തിനും എന്തുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം അല്ലേ, അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ നമ്മൾ ആൽഗയുടെ പ്രാധാന്യങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ, കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രയോഫൈറ്റ്സ്. Some bryophytes provide food for herbaceous mammals, birds and other animals. ചില ബ്രയോഫൈറ്റ്സ് എന്താണ്, ഫുഡാണ് അല്ലേ, മാമൽസിനും ബേർഡിനും ആനിമൽസിനും ഒക്കെ എന്താണ് ഫുഡായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ സ്പാഗ്നം. സ്പാഗ്നം എന്ന് പറയുന്നത് ഒരു ബ്രയോഫൈറ്റ് ആണ്. സ്പാഗ്നം പ്രൊവൈഡ് പീറ്റ് which is used as fuel. സ്പാഗ്നം എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. which is a moss. അപ്പോൾ പീറ്റ് മോസ് എന്ന് പറയും. പീറ്റ് മോസ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, സ്പാഗ്നം ആണ്. അപ്പോൾ സ്പാഗ്നം ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ആൻഡ് ഓൾസോ ആസ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് ലിവിങ് മെറ്റീരിയൽസ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അതായത് എന്തെങ്കിലും ലിവിങ് മെറ്റീരിയൽസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പം എന്ത് ചെയ്യാം, ഈ സ്പാഗ്നത്തിൻ്റെ എന്താണ്, നമ്മൾ ഒരു ബോക്സൊക്കെ തയ്യാറാക്കുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടല്ലേ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള വെക്കുന്നത് അല്ലേ, അത് ഉടഞ്ഞു പോകാണ്ടിരിക്കാനും അങ്ങനെയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ അതേപോലെ ലിവിങ് മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ലിവിങ് മെറ്റീരിയൽ ജീവനോടെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് എന്താണ് ഫില്ല് ചെയ്യുന്നത്, സ്പാഗ്നമാണ് ഫില്ല് ചെയ്യുന്നത്. കാരണം ഈ സ്പാഗ്നത്തിന് എന്തുണ്ട്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ mosses along with lichens are the first to colonize rock and make the substratum suitable for the growth of higher plants. ഈ മോസസിൻ്റെ വേറൊരു പ്രത്യേകത, മോസസും ലൈക്കണും എല്ലാം കൂടി ചേർന്നിട്ടുണ്ട്. മോസസ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. അപ്പം ആ മോസസും ലൈക്കൻസ് എല്ലാമാണ് എന്ത് റോക്ക് അല്ലേ. ഈ നമുക്കറിയാം ഭൂമിയിൽ ആദ്യം സസ്യങ്ങളില്ല അല്ലേ, മൊത്തം എന്താണ് പാറകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് മണ്ണായി വന്നിട്ടാണ് എന്ത് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒറിജിൻ അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് കണ്ടിരിക്കുന്ന പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഗയാണ്, പിന്നെ ബ്രയോഫൈറ്റ്സിലേക്ക് വരുന്നു. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സും ആൽഗയെ നമ്മൾ പറഞ്ഞു മിക്കതും വാട്ടറിലുള്ളതാണ് ആൽഗെ അല്ലേ. വാട്ടറിൽ നിന്ന് അക്വാട്ടിക് നിന്ന് മാറിയിട്ട് എന്താണ് സെമി അക്വാട്ടിക് എന്ന് പറയാം അല്ലേ, വാട്ടറും അല്ല ടെറസ്ട്രിയലും അല്ലാത്തൊരു കണ്ടീഷനിലാണ് നമ്മുടെ ബ്രയോഫൈറ്റ്സ് കാണുന്നത്. അപ്പോൾ ആ ബ്രയോഫൈറ്റ്സ് ലൈക്കൻസും ചേർന്നിട്ട് എന്ത് റോക്കിനെ പൊടിച്ച് അല്ലേ, റോക്സിൻ്റെ മേലെ കോളനൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സബ്സ്ട്രേറ്റും സ്യൂട്ടബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഇതിനെക്കാട്ടും ഹയർ അല്ലേ, ബ്രയോഫൈറ്റ്സിനെക്കാളും മുകളിലുള്ള പ്ലാന്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുത്തത് ആരാണ്, ഈ ബ്രയോഫൈറ്റ്സും ലൈക്കൻസും ഒക്കെ ചേർന്നിട്ടാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എവല്യൂഷൻ. ഓക്കെ, ദെൻ mosses from dense mats on the soil hence prevent soil erosion caused by rains. അപ്പോൾ ഈ മോസസ് അല്ലെങ്കിൽ ബ്രയോഫൈറ്റ്സ് സാധാരണ സോയിലല്ലേ, സോയിലിൽ നമ്മൾ പറഞ്ഞു താലസ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അതിന് നല്ല സ്ട്രോങ് റൈസോയിഡ്സ് ഉണ്ട് അല്ലേ, അതിന് അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ സ്ട്രോങ് റൈസോയിഡ്സ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ സാധാരണ തെങ്ങും പിന്നെ എന്താണ് മാവൊക്കെ കാണുന്ന പോലെ ഇറക്റ്റായിട്ട് വലിയ പ്ലാന്റ് ബോഡിയാണോ, അല്ല, ഇതിന് സോയിലിനിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സോയിൽ ഇറോഷൻ സംഭവിക്കാതിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓക്കെ, ബ്രയോഫൈറ്റ്സ്, ഹൗ ദേ ക്ലാസിഫൈഡ്. Classification. Bryophytes are classified into two groups, liverworts and mosses. രണ്ട് ഗ്രൂപ്പാണുള്ളത്.
ഒന്ന് liverworts, മറ്റൊന്ന് mosses. നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ? ഈ പ്ലാന്റ്സിനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് വെള്ളം എല്ലാം ഉണ്ടാകുന്ന ഒരു ഷെയ്ഡി അല്ലെങ്കിൽ ഹ്യൂമിഡ് പ്ലേസസിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പ്ലാന്റ്സിനൊക്കെ കാണാൻ സാധിക്കും. അപ്പം liverworts, the plant body of liverworts is dorsiventral thallus. അല്ലേ? dorsiventral ആയിട്ട് thallus type ആണ്. Closely appressed to the substratum. The leafy members have tiny leaf-like appendages on the stem-like structure. Okay, അപ്പം liverwortsഉം നമ്മൾ ബ്രയോഫൈറ്റ്സിന് പറഞ്ഞതുപോലെ തന്നെ ഹ്യൂമിഡ് പ്ലേസസിൽ ഷെയ്ഡഡ് പ്ലേസസിലാണ് കാണുന്നത്. ഡോർസിവെൻട്രൽ താലസ് ആണ് അതിനുള്ളത്, ഇറക്റ്റ് ആയിട്ടുള്ളതല്ല. പിന്നെ സബ്സ്ട്രേറ്റത്തിനോട് അറ്റാച്ച് ചെയ്തിട്ട് അല്ലേ, വളരെയധികം അറ്റാച്ച് ചെയ്തിട്ട് റൈസോയിഡ്സ് അതിന് കൂടുതൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. ചില ലീഫി ലൈക്ക് ആയിട്ടുള്ള മെമ്പേഴ്സിൽ ലീവ്സും കാണുന്നുണ്ട്. ലീഫ് പോലെയുള്ള അപ്പൻഡേജസ് സ്റ്റെം പോലെയുള്ള സ്ട്രക്ചേഴ്സിൽ കാണുന്നുണ്ട്. Asexual reproduction takes place by fragmentation. You know what is fragmentation, and or by the formation of specialized structure called gemmae. Gemmae is the specialized asexual reproductive structure, are multicellular buds formed in small receptacles called gemma cups present on thalli. Thallusന്റെ മുകളിൽ കാണുന്ന റിസപ്റ്റക്കിൾസ് ആണ് എന്ത് ജെമ്മ കപ്സ് എന്ന് പറയുന്നത്. ആ ജെമ്മ കപ്സിൻ്റെ ഉള്ളിൽ കാണുന്ന മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ബഡ്സിനെയാണ് എന്ത് പറയുന്നത്, ജെമ്മെ. ദീസ് ജെമ്മെ ആർ ആക്ട് ആസ് asexual reproductive structures, and through this gemme new bryophytes can be new liverworts can be developed. Okay, അങ്ങനെ asexual reproductive structure ആണ് ജെമ്മെ. വേറൊരു റിപ്രൊഡക്ഷൻ മെത്തേഡാണ് എന്ത്, ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജെമ്മ കപ്സ് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്, അപ്പം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സെക്ഷൽ റിപ്രൊഡക്ഷൻ. സെക്ഷൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ. സെക്സ് ഓർഗൻസ് ആർ പ്രൊഡ്യൂസ്ഡ് എയ്തർ ഓൺ ദ സെയിം ഓർ ഡിഫറെൻറ്റ് താലസ്. അതായത് മെയിൽ സെക്സ് ഓർഗൻസ് ഒരു വേറെ ചെടിയിലും വേറെ താലസിലും, ഫീമെയിൽ സെക്സ് ഓർഗൻ വേറെ താലസിലുമായിട്ട് അങ്ങനെ കാണാൻ സാധിക്കും. ചിലപ്പോൾ അങ്ങനെ കാണാം, ചിലപ്പം രണ്ടും കൂടി ഒരേ താലസിൽ കാണും. ഓക്കെ, അപ്പോൾ മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് എന്നുള്ളൊരു ഡിഫറൻഷിയേഷൻ അവിടെ വരും അല്ലേ, അത് രണ്ടും വേറെ വേറെ കാണുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സെയിം താലസിലും കാണുന്നുണ്ട്. പിന്നെയോ, the sporophyte is attached to the gametophyte by may consist of food, seta and capsule. Spores are produced within the capsule. നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ, ഇതിൻ്റെ ജനറൽ ഫീച്ചേഴ്സിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇവിടെയുള്ളത്. സെക്സ് ഓർഗൻസ് ഉണ്ട്, മെയിൽ സെക്സ് ഓർഗൻ കോൾഡ് ആന്ത്രീഡിയം ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻ കോൾഡ് ആർക്കിഗോണിയം ഉണ്ട്. രണ്ടും ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്യൂസ് ചെയ്യും, സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് സ്പോറോഫൈറ്റ് ആയിട്ട് മാറും. സ്പോറോഫൈറ്റിനകത്ത് എന്തുണ്ടാവുന്നു, സ്പോസ് ഉണ്ടാവുന്നു. സ്പോസ് എന്തായിട്ട് മാറും, സ്പോസ് ജെർമിനേറ്റ് ടു ഫ്രീ ലിവിങ് ഗാമറ്റോഫൈറ്റ്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ലിവർവേർട്സിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ജെമ്മ കപ്സ്, ജെമ്മെ എന്ന് പറയുന്ന അസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അപ്പോൾ അത് എന്തായാലും ഓർത്ത് വെക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ കോമൺ ഫീച്ചേഴ്സ് തന്നെയാണ് അല്ലേ, ബ്രയോഫൈറ്റ്സിൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്, കോമൺ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ലിവർവേർട്സ് ഗ്രൂപ്പിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് റിക്സിയ, മാർക്കാൻഷ്യ. ക്വസ്റ്റ്യൻ ഉണ്ടാവാം അല്ലേ, റിക്സിയ ലിവർവേർട്സിന് എക്സാമ്പിൾ റിക്സിയ, മാർക്കാൻഷ്യ. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്സിയും മാർക്കാൻഷ്യയും. നിങ്ങളുടെ വീട്ടിലൊക്കെ കാണാം. ഇതാണ് റിക്സിയ. ഡോർസി വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ് അല്ലേ, ഇങ്ങനെ ഇറക്റ്റായിട്ട് നിൽക്കുന്നില്ല, മണ്ണിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാർക്കാൻഷ്യ. മാർക്കാൻഷ്യയിൽ നമ്മൾ പറഞ്ഞ ജെമ്മ കപ്സ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ജെമ്മ ഉണ്ടാവും. ആ ജെമ്മ എന്ത് ചെയ്യുന്നു, പുതിയ മാർക്കാൻഷ്യയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്സിയും മാർക്കാൻഷ്യയും. കമ്മിങ് അണ്ടർ ദ ഗ്രൂപ്പ് ലിവർവേർട്സ്. ലിവർവേർട്സ് ആണ് ബ്രയോഫൈറ്റ്സിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് മോസസ്. the dominant phase in the life cycle of moss is gametophyte. നമ്മൾ പറഞ്ഞു അല്ലേ, ബ്രയോഫൈറ്റിൻ്റെ ഡോമിനൻറ്റ് ഫേസ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 stages. ഇവിടെ എന്താണ്, മോസസിന് ഗാമറ്റോഫൈറ്റിലും എന്ത് കാണുന്നുണ്ട്, 2 stages കാണുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പ്രോട്ടോനീമ സ്റ്റേജ്. പ്രോട്ടോനീമ സ്റ്റേജ് മീൻസ് ഇറ്റ് ഡെവലപ്സ് directly by the germination of a spore and a green creeping branched filamentous stage.
പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്നത് ഗാമറ്റോഫൈറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. സോ ഗാമറ്റോഫൈറ്റ് ഇസ് ഡെവലപ്ഡ് ഫ്രം ദി സ്പോർസ് അല്ലേ, സ്പോർസ് ഇൻ ദി സ്പോറോഫൈറ്റ്. അപ്പോൾ ആ സ്പോർസിന് ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിനെ പറയുന്നു പ്രോട്ടോണീമ സ്റ്റേജ്. അത് ഗ്രീൻ കളറായിരിക്കും, ക്രീപ്പിംഗ് ആയിരിക്കും, ബ്രാഞ്ച്ഡ് ആവാം, ഫിലമെന്റസ് ഒക്കെ ആവാം. ഓക്കെ, ഇനി വേറെ എന്താണ് സ്റ്റേജ്? അഡൽട്ട് ലീഫി സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് gametophyte ആണ് ഇത് protonema stage. And adult leafy stage, adult leafy stage means it develops from lateral buds on secondary protonema. ഈ പ്രോട്ടോണീമയുടെ ലാറ്ററൽ ബഡ്സ് ഉണ്ടാകുന്ന സ്റ്റേജാണ് ഇത്, ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് അഡൽട്ട് ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്രൈറ്റ് വിത്ത് ആൻ ആക്സിസ് ബാരിങ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് ആൻഡ് ഇസ് അറ്റാച്ച്ഡ് ടു ദ സോയിൽ ബൈ മൾട്ടിസെല്ലുലാർ ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ്. മൾട്ടിസെല്ലുലാർ ആൻഡ് ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ്. റൈസോയിഡ്സിനെ കൊണ്ട് എന്തുണ്ടായിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അഡൽട്ട് ലീഫി സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോസസിൻ്റെ അകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഏതാണ്? ഇറ്റ് ഹാസ് ദ ഗാമറ്റോഫൈറ്റ് ഓഫ് മോസസ് ഹാസ് 2 stages, that is protonema stage and adult leafy stage. Then the adult leafy stage bears sex organs. ഈ leafy സ്റ്റേജിലാണ് എന്തുണ്ടാവുന്നത്? സെക്സ് ഓർഗൻസ് ഉണ്ടാവുന്നത്. സെക്സ് ഓർഗൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലേ. ഗമേറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, then vegetative propagation takes place by fragmentation and budding in the secondary protonema. ലിവർവേർട്സിൽ ഫ്രാഗ്മെന്റേഷനും ജമ്മ കപ്സും വഴിയായിരുന്നു ഇവിടെ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് budding. Then in sexual reproduction, sex organs are produced at the apex of leafy gametophyte. Leafy gametophyte ന്റെ apex അല്ലേ, അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് എന്തുണ്ടാവുന്നത്? സെക്സ് ഓർഗൻസ് ഉണ്ടാവുന്നത്. പിന്നെ സെക്സ് ഓർഗൻസ് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം പ്രൊസീജിയറാണ് അവിടെയും ഉണ്ടാകുന്നത്. ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു, അതിൻ്റെ അകത്ത് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. ആ സ്പോറോഫൈറ്റിൻ്റെ ക്യാപ്സ്യൂളിൽ സ്പോർസ് ഉണ്ടാകുന്നു അല്ലേ. ആ സ്പോർസ് വീണ്ടും എന്തായിട്ട് മാറുന്നു? ഗാമറ്റോഫൈറ്റ് ആയിട്ട് മാറുന്നു. So the mosses have an elaborate mechanism of spore dispersal. ഈ സ്പോർസ് ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ആ ക്യാപ്സ്യൂൾ പൊട്ടി പുറത്തേക്ക് സ്പോർസ് വരാൻ വേണ്ടിയിട്ട് കുറേ മെക്കാനിസംസ് ഈ മോസസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഹയർ ക്ലാസ്സസിൽ അല്ലേ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഫ്യൂണേറിയ, സ്പാഗ്നം, പോളിട്രൈക്കം എക്സെട്ര. സ്പാഗ്നം നമ്മൾ പറഞ്ഞു അല്ലേ, ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹൈ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്പീഷീസാണ് സ്പാഗ്നം എന്ന് പറയുന്നത് അല്ലേ. ട്രാൻസ്ഷിപ്മെൻറ്റ് പ്രോസസ്സിന് ഉപയോഗിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോസസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പടം നമുക്ക് നോക്കാം. ഫ്യൂണേറിയ കണ്ടിട്ടുണ്ടാകും അല്ലേ. ഫ്യൂണേറിയ സ്പാഗ്നോ ആണ് ഇവിടെ തന്നിരിക്കുന്ന പടങ്ങൾ. അപ്പം ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബ്രയോഫൈറ്റ്. എന്താണ് ബ്രയോഫൈറ്റ്? ബ്രയോഫൈറ്റിൻ്റെ കോമൺ ഫീച്ചേഴ്സ്, importance of bryophyte and classification of bryophyte. Bryophyte is classified into 2 groups, liverworts and mosses. Liverworts il ormikkendathu gemme, mosses il 2 stages of gametophyte, that is protonema and leafy stage, adult leafy stage. Okay, അതുപോലെ തന്നെ examples are also important. അതുകൊണ്ട് അതും നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.